അപ്പോൾ ഭാവി നമ്മുടെ കയ്യിൽ, കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് വിധിയായിട്ട് കരുതാം. ഒരു വളരെ പ്രസിദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകുമായിരുന്നു. എന്നാൽ ഈ സന്യാസിയിൽ ഒട്ടും വിശ്വാസമില്ലാത്തൊരു വ്യക്തി വിചാരിച്ചു, ഒരിക്കൽ ഈ സന്യാസിയെ നമുക്കൊന്ന് പരീക്ഷിക്കും. സദസ്സിൽ സന്യാസി ഇരിക്കുന്നു. സന്യാസി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അപ്പം ഇയാൾ കൈ ഉയർത്തി, എനിക്കുണ്ട് എന്ന് പറഞ്ഞു. സന്യാസി പറഞ്ഞു, വരൂ, ചോദിക്കൂ. ഈ വ്യക്തി ഒരു ചിത്രശലഭത്തെ കയ്യിൽ കരുതിയിരുന്നു. അദ്ദേഹം ആ ചിത്രശലഭം പോക്കറ്റിൽ നിന്നെടുത്ത് തന്റെ മുഷ്ടിയിൽ പിടിച്ചിട്ട് സന്യാസിയോട് ചോദിച്ചു, എന്റെ കൈയുടെ മുഷ്ടിക്കുള്ളിൽ ഒരു ചിത്രശലഭമുണ്ട്, അതിന് ജീവനുണ്ടോ അതോ ജീവനില്ലേ? അങ്ങക്ക് പറയാമോ? ഇയാൾ വിചാരിച്ചു, സന്യാസി ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ ഒന്ന് അമർത്തി ആ ചിത്രശലഭത്തിനെ കൊന്നിട്ട് കൈ തുറന്ന് കാണിക്കാമായിരുന്നു. അല്ലെങ്കിൽ ജീവൻ ഇല്ല എന്ന് പറഞ്ഞാൽ സാവകാശം കൈ തുറന്ന ചിത്രശലഭത്തെ പറത്തിവിടാമായിരുന്നു. ഇതായിരുന്നു ഈ വ്യക്തിയുടെ ഉദ്ദേശം. സന്യാസി ചിരിച്ചിട്ട് പറഞ്ഞു, ആ ചിത്രശലഭത്തിന്റെ ജീവൻ നിന്റെ കൈക്കുള്ളിലാണ്. ഇത്ര മനോഹരമായ ഉത്തരമല്ലേ? ഇതല്ലേ ശരി? നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ യാത്ര ആരുടെ കയ്യിലായിരിക്കണം? സാഹചര്യങ്ങളുടെ കയ്യിലായിരിക്കണം? മറ്റുള്ളവരുടെ കയ്യിലായിരിക്കണം? അത് നമ്മുടെ കയ്യിലാണ്. ശരിയാണോ? അപ്പം എൻ്റെ ഗുരു പറയുന്നത്, ഭാവി ഇസ് ഫ്രീ വിൽ. നമ്മുടെ കയ്യിലാണ്, നമ്മുടെ തീരുമാനങ്ങളിലാണ്, നമ്മുടെ ദൃഢനിശ്ചയങ്ങളിലാണ് നമ്മുടെ ഭാവി. അപ്പം ഭാവി നമ്മുടെ കയ്യിൽ. കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് വിധിയായിട്ട് കരുതാം. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര മനോഹരമായ ഒരു അറിവാണിത്. ശരിയാണോ? പക്ഷെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ജീവിതമേ ഒരു വിധിയായി, കഴിഞ്ഞ കാലങ്ങളും ഭാവിയും എല്ലാം ഒരു വിധിയായി, ഹെൽപ്ലെസ് ആയിട്ട് നമ്മൾ ജീവിക്കും. നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഒഴുക്കിൽ നമ്മൾ ജീവിക്കും, വിധിയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പകരം കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് വിധിയായിട്ട് കരുതി അതിൽ നിന്ന് എന്തെല്ലാം പഠിക്കാം, അതിലുണ്ടാക്കി എന്തെല്ലാം തെറ്റുകൾ തിരുത്താം എന്ന് മനസ്സിലാക്കി ഭാവി നമ്മുടെ കൈ നമുക്ക് കൊണ്ടുവന്നൂടെ? നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, അങ്ങനെ ഒരു മെച്ചപ്പെട്ട അതിമനോഹരമായ ഒരു ഭാവി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കണ്ടേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഒരു കാര്യം, ചാപ്റ്റർ 6 5th ശ്ലോകം, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മാവ യാത്മനോ ബന്ധു ആത്മാവ രപുരാത്മനഃ. അപ്പൊ നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. നമ്മൾ ഒരിക്കലും നമ്മളെ താഴോട്ട് പോകാൻ അനുവദിക്കരുത്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത്. പിന്നെ ആത്മാവ ഹ്യാത്മനോ ബന്ധു ആത്മാവ രപുരാത്മനഃ. നമ്മളാണ് നമ്മുടെ ഏറ്റവും അടുത്ത മിത്രം, വെൽവിഷർ. വി ആർ അവർ ബെസ്റ്റ് വെൽവിഷർ. പിന്നെ നമ്മൾ മാത്രമാണ് നമ്മുടെ ഒരേ ഒരു ശത്രു. വി ആർ ദ ഓൺലി എനിമി ദറ്റ് വി ഹാവ്, ഓർ ഐ ആം ദ ഓൺലി എനിമി ദറ്റ് ഐ ഹാവ്. ഞാൻ മാത്രമാണ് എൻ്റെ ശത്രു. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മാവ ഹ്യാത്മനോ ബന്ധു ആത്മാവ രപുരാത്മനഃ. അപ്പൊ ഇതാണ് ഇന്നത്തെ ചിത്രശലഭത്തിന്റെ കഥ. വീണ്ടും ഇതുപോലൊരു ചെറിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവെക്കുക. നമുക്ക് സന്തോഷത്തോടു കൂടി നീങ്ങാം. ബൈ ബൈ, നമസ്കാരം.